അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 100-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, Psalms 100:4. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തനത്തെക്കാരിൽ കൂടി വ്യക്തമായി പറയുന്നു, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടും വരുവേ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. ഇന്ന് രാത്രികാലം ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, സ്തുതിയോടുകൂടി അവന്റെ വാതിലുകൾ കടന്നു വരുന്നുവെങ്കിൽ, സ്തോത്രത്തോടെ അവന്റെ വാതിലുകൾ കടന്നു ചെല്ലുന്നുവെങ്കിൽ, ചില ഇരുട്ടിന്റെ ആയുധങ്ങൾ അതിന്റെ ബലം ജയിച്ചു പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കാണിക്കുകയാണ്. നിനക്കെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ചില ആയുധങ്ങൾ ബലമില്ലാത്തതായി, അതിന് കഴിവില്ലാത്തതായി, കൈ പൊക്കുവാൻ കഴിയാത്തതായി, എത്തിച്ചു പോകുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുന്നവന് എന്ന രാത്രികാലം വചനത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. ആകാശത്തിന്റെ ഭൂമിയുടെ നാടനായ അധികാരമുള്ള അത്ഭുത നാമത്തിൽ ദൈവശക്തിയോടെ വെളിപ്പെടട്ടെ. ദൈവകൃപ വെളിപ്പെടട്ടെ. അന്ധകാരമായ ഈ ലോകയാത്രയിൽ പിടിച്ചു കണ്ട് അവയെ തകർത്ത് കളയാൻ നോക്കുന്ന ഇരുട്ടിന്റെ ആയുധങ്ങള് കടകൾ ഘടകരവധര അധര വീരൽ ഘടകക്ഷാര ഓ റിഖരാരക ബൗഡൽ ഘടക ഓ റിഖ ഘടകം ബൗഡ റിബരാരക ബൗഡ അധര ശംബരാരക ബൗഡ ഓ റിബര രീര റിഖരാരക ബൗഡ ഓ റിഖൽ ഘടകരവധര ശംബരേ കോട്ടകൾ തകരട്ടെ. ഓ ദൈവ പൈതങ്ങളെതിരായി മൂടിയിരിക്കുന്ന
ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചത് കയറ് വലിച്ചു മുറുക്കി കെട്ടുമ്പോൾ, ഓവറായി വലിച്ചു മുറുക്കുമ്പോൾ കയറ് പൊട്ടി ചെതറി പോകുന്നത് പോലെ നിനക്കെതിരെ കെട്ടിയിരിക്കുന്ന ചില ഇരുമ്പിന്റെ ചങ്ങലകള് ഘടകരഭര അത് തകർന്നുടഞ്ഞു വെക്കൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാണ്. ദൈവജനം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് ഇന്ന് രാത്രികാലം ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ദേശത്തിനകത്ത് വിടുതലുകൾ നടക്കുവാൻ വിശ്വാസത്തിന്റെ നായകനായി യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് എങ്കിൽ ഈ ആണ്ടിന്റെ ശുശ്രൂഷയ്ക്കായി അനേകരെ വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കിക്കാണുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് അവന്റെ വാക്കുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേ. നമുക്കറിയാം സർവശക്തനായ ദൈവം സ്തുതികളിൽ വസിക്കുന്നവനാ. വേറെ ഒന്നും ദൈവത്തിന് വേണ്ട. വെടുപ്പുള്ള കൈകളോട്, കുറ്റമറ്റ മനസാക്ഷിയോട്, നിർമ്മല ഹൃദയത്തോട് ദൈവഭക്തരായ ദൈവജനം, അത് ഒരുവരായിക്കൊള്ളെ, ഒരാളായിക്കൊള്ളെ, 100 ആയിക്കൊള്ളായിക്കട്ടെ, ഒരാളായിക്കോട്ടെ, 10,000 ആളായിക്കോട്ടെ, സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു നീതിമാൻ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന അന്നേരം വിടുതലയക്കുന്ന ദൈവം മഹാദയാലുവായി നമ്മുടെ സ്തോത്രത്തിന്മേൽ പ്രസാദിച്ച നമ്മുടെ മധ്യത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുക. ആ കർത്താവിനോട് പറയാ, എന്റെ ദൈവമേ, എന്റെ സ്തോത്രത്തിൽ നീ അവരെ പ്രസാദിക്കുമല്ലോ. എന്റെ ഞെരുക്കത്തിൽ നിന്നൊരു വിശാലത വരുത്തണമേ, എന്റെ വേദനയിൽ നിന്നൊരു വിശാലത വരുത്തണമേ, എന്റെ നിന്നതയിൽ നിന്നൊരു നീക്കുപോക്ക് തരണമേ, എന്റെ ബലഹീനതയിൽ നിന്ന് ബലപ്പെടുത്തണമേ. ഞാൻ ബലമില്ലാത്തവനാണ്, ഞാൻ തളർന്നു പോയവനാണ്. അയ്യോ, എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ ശേഷിപ്പില്ല. അയ്യോ, എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിവില്ല. അയ്യോ, എന്റെ കയ്യിൽ സമ്പാദ്യമില്ല. എന്റെ ദൈവമേ, എന്റെ കയ്യിൽ ഒന്നുണ്ട്, സ്തുതിയുണ്ട്. ഈ സ്തുതിയുടെ മേലെന്ന് രാത്രികാലം അവിടെ പ്രവർത്തിക്കണമേ അപ്പാ എന്ന് വിളിച്ചു പറയുന്ന ഭക്തങ്ങളെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്. അത് അനുഭവിച്ചറിയുവാൻ 2 കരങ്ങളെ ഒന്ന് നീട്ടി ആമേ ഹൃദയത്തിന്റെ കവാടമൊന്ന് തുറന്ന് എന്റെ കർത്താവേ, എന്റെ മേൽ അവിടെ പ്രവർത്തിക്കണമേ എന്നൊന്ന് വിളിച്ചു പറയാം. എനിക്ക് ശേഷിപ്പില്ല, എനിക്ക് കഴിവില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ശൂന്യനാ, ഞാൻ നിറഞ്ഞ് വീരൽ കടകര നിറഞ്ഞിരുന്നവനാ. പക്ഷേ ഇത് ഞാൻ ശൂന്യതയിലിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു നീക്കമാറ്റ അപ്പ ഇപ്പൊ തന്നെ മതിയാകുമെന്ന് വിളിച്ചപേക്ഷിക്കുന്ന ദൈവമൈതലേ, വിളിച്ചപേക്ഷിക്കുന്ന ദൈവമൈതലേ, നിനക്കെതിരായി ഒളിഞ്ഞിരുന്ന് പോരാടുന്ന ദുഷ്ടന്റെ കൈകൾ, നല്ല ദുഷ്ടന്റെ ആയുധങ്ങൾ അത് ക്ഷയിച്ചു പോകുന്നതായ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന അത് ദൈവസന്നിധി എത്തുകയാണ്. ദൈവ സിംഹാസനത്തെ പിടിച്ചു കുലുക്കുക. നിന്റെ ആരാധന, നിന്റെ സ്തുതി, നിന്റെ സ്തോത്രം, അതിന്റെ ഇടയിൽ നിന്ന് നീ ഞെരുങ്ങുന്നതിന്റെ വിഷയം എന്റെ ദൈവത്തിന്റെ തന്നെ പിടിച്ചു കുലുക്കുക. രോഗങ്ങൾ അനിയത്ത നാമത്തെ
യുഗത്തിൽ ക്രിസ്തു ആകുന്ന വാതിൽ കൂടി അകത്തേക്ക് കടക്കുന്ന ദൈവ പൈതല് അവൻ പിന്നോട്ട് നോക്കേണ്ടി വരത്തില്ല. ക്രിസ്തു ആകുന്ന വാതിൽ കൂടി അകത്തേക്ക് കടക്കുന്ന ദൈവത്തിന്റെ പൈതല് പിന്നോട്ട് നീ നോക്കുമ്പോൾ നെടുവേർപ്പെടുന്ന രീതിയിൽ എന്റെ ദൈവം നിന്നെ അതിശയകരമായി ഉയർത്താൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ഈ അവസ്ഥയല്ല എന്റെ ദൈവം 2013 അവസാനിക്കുമ്പോൾ തരാൻ പോകുന്നത്. ഇന്നത്തെ എന്റെ അവസ്ഥയ്ക്ക് എന്റെ ദൈവം മാറ്റം വരുത്താൻ പോകുക. അയ്യോ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാ, എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത വിഷയമുണ്ടല്ലോ എന്ന് മനസ്സിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതല്, ഈ 2013 ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഒരു പൂർത്തീകരണത്തിന്റെ വർഷമത്രേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുമേ. തിരമാലകൾ നിന്നെ ആഞ്ഞടിച്ചെന്ന് വരാ. ഗ്ലോറി 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 ഗ്ലോറി. വടക്കൻ കാറ്റും കിഴക്കൻ കാറ്റും ഒരുപോലെ അടിച്ച് ചുഴലിക്കാറ്റ് നിന്നെ അകപ്പെടുത്തിയെന്ന് വരാ. ദൈവ പൈതലേ, ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നെ പണിയപ്പെട്ടു എങ്കിൽ ഒരു ചുഴലിക്കാറ്റ് നിന്നെ അടിച്ച് തകർക്കത്തില്ല. ആമേൻ. ഒരു തിരമാലകളും നിന്നെ ഒളിച്ചുകൊണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നിന്റെ കൂടെ ഉണ്ട്. നീ യേശുവിന്റെ പൈതല, നിന്റെ സ്തുതിയും സ്തോത്രവും അവന്റെ സന്നിധിയിൽ എത്തിയിരിക്കുക. അവന്റെ വാതിലുകൾ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടും കൂടി വരുന്ന ദൈവ പൈതൽ അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുന്ന ദൈവത്തിന്റെ പൈതലിനെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ 4 പേരുടെ മുമ്പിൽ അറിയപ്പെടുന്ന രീതിയിൽ നിനക്ക് കാര്യങ്ങൾ ചെയ്യും. നീ രഹസ്യത്തിൽ കർത്താവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ യഹോവയായ ദൈവം അത് പ്രസാദിച്ച് പരസ്യമായി മറുപടി തരുന്നവരാ. പക്ഷെ എന്റെ ദൈവത്തിന് ഇഷ്ടം സ്തുതിയും സ്തോത്രവുമാണ്. അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോട് അവന്റെ തന്നെ സ്തോത്രത്തോടും കടന്നു ചെല്ലുന്ന ഭക്തന്റെ ഏതാഗ്രഹവും അവൻ സാധിപ്പിച്ചു തരുവാൻ ശക്തന. അനേകര് പറഞ്ഞേക്ക നീ പൊട്ടനാ, നീ കഴിവില്ലാത്തവനാ, ഓ നീ ഇങ്ങനെ ഒരു മകൻ എനിക്ക് ഉണ്ടായിപ്പോയല്ലോ എന്ന് അപ്പനുവനോട് പറഞ്ഞിട്ടുള്ളതാ. റൈസലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, ആരൊക്കെ എന്തൊക്കെ ശാപവാക്കുകൾ നിനക്കെതിരെ കൊടുത്തി വിട്ടാൽ നിന്റെ അതരത്തിൽ സ്തുതിയോ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്തുതിയുണ്ടോ, ആമേ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്തുതി സഞ്ചരിച്ചു വച്ചിട്ടുണ്ടോ? എന്റെ യഹോവയായ ദൈവം പറയുന്നു, നീ സ്തുതി ഇടപെടാതെ കരയറ്റതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ മാനിച്ചു. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. രാജാതി രാജാവാ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാ. അവൻ പറയുന്നു, യഹോവ എന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതലേക്കും സ്ഥിരമാക്കി. ഇതിന് പുറകിൽ ഒരു സ്ക്രീനുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ. എന്താണെന്നറിയാമോ? ദൈവവൈദ്യം സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ അതരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ വേദനയുടെ മുകളിലാണ് നിൽക്കുന്നുവെങ്കിലും അവൻ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ ഭാരപ്പെട്ടുകൊണ്ടാണോ ഇരിക്കുന്നതെങ്കിലും അവൻ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്നതയുടെ വക്കലാണോ നിൽക്കുന്നതെങ്കിലും അവൻ തളർന്നു പോകുന്നില്ല. അവൻ യേശുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ കൃപായുഗത്തിൽ സ്തുതിയോട് അവന്റെ പ്രകാരങ്ങളെ കടന്നു ചെല്ലുകയാണ്. അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോട് സ്തോത്രത്തോട് കടന്നു പോകുവാൻ അനുവാദം ലഭിച്ച രാജകീയ പുരോഹിത വർഗമേ, മടിച്ചു പോകരുത്, മടിച്ചു പോകരുത്. പ്രശ്നം വരുമ്പോ ബാങ്കിലേക്ക് ഓടരുത്. പ്രശ്നം വരുമ്പോൾ സമ്പന്നരുടെ മുമ്പിൽ പോയി തല കുനിക്കരുത്. പ്രശ്നം വരുമ്പോൾ യേശുവിന്റെ തന്നെ സ്തുതി കരയറ്റ, യേശുവിന്റെ തന്നെ സ്തുതി കരയറ്റുന്ന ദൈവവൈദ്യനെ ഉയർത്തുന്ന ദൈവമാണ്. അതിനും പറയുന്നത് അങ്ങനെ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുന്നവനെ യഹോവ ഉയർത്തിക്കൊണ്ടേയിരിക്കും.
ആടുകളുടെ ഇടയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നവനെ രാജകൊട്ടാരത്തിൽ ഉയർത്തിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനേകരെ ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ ശൂന്യതയുടെ മധ്യത്തിൽ എന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആമേൻ നിങ്ങൾ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത മേഖലകളിൽ ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എത്രവർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നും നിങ്ങളായി ഇരിക്കുവാൻ അല്ല പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നും രോഗത്തിന്റെ അടിമയായി കിടക്കുവാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു സാക്ഷ്യമുള്ളവനായിട്ട് ദൈവം നമ്മളെ മാറ്റിയില്ല എങ്കിൽ ദൈവം പിന്നെ എന്തിനാ നമ്മളെ വിളിച്ചത്? ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ ഉണ്ട്. യേശുവിൽ രൂപാന്തരപ്പെടുത്തുവാൻ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ സ്തുതി 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 എല്ലാത്തിനും വലുത് സ്തുതിയാ. വേറെ ഒന്നിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. ആരുടെ മുമ്പിൽ പോയി തലകുനിക്കേണ്ട കാര്യമില്ല. സ്തുതിക്കുക സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഓ വർഷിപ്പ് ദി ലോർഡ് ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. മറഞ്ഞിരിക്കുന്ന ഇരുട്ടിൽ മറച്ചു വച്ചിരിക്കുന്ന സ്വന്തം നിധികളെ വെളിച്ചത്തിൽ തരുന്ന വർഷമെന്ന ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തരിക. അത്തരം ഘടകരവതര നിനക്കായി കരുതി വച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നയടുത്ത് ഇന്നയാളെന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാനെന്ന് കരുതി വച്ചിരിക്കുന്നത് ഒന്നുണ്ട്. അത് ദൈവജനം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിച്ചത്തിൽ വെളിപ്പെടുന്ന ആമെ കാഴ്ചകൾ ഈ ദിവസങ്ങൾ കാണാൻ പോകുകയാണ്. ഓ റിബറൽ ഘടക അസാധ്യമെന്ന് ചിന്തിച്ചിരിക്കുന്ന വിഷയം എന്ത് തന്നെയായാൽ എന്ന് രാത്രിക്കാലം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുക. നിങ്ങൾ വിശ്വാസത്തോടെ മുമ്പിൽ കണ്ടുകൊണ്ട് സ്തുതിച്ചു തുടങ്ങിയാട്ട് അത് വെളിപ്പെടാൻ പോകുക. രോഗ സൗഖ്യമാണോ അല്ലെങ്കിൽ ഭവന വിഷയമാണോ, ജോലിയുടെ വിഷയമാണോ, അല്ലയാണോ, പ്രമോഷനാണോ, ജോലിയാണോ, വിദേശത്തിലെ അവൻ എന്ത് തന്നെ കാര്യമാണോ, കരുതുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. കരുതുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ കഴിയാത്ത നല്ല കാര്യമുണ്ടോ എന്ന് നമ്മുടെ ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ കൃപായുഗത്തിൽ ദൈവജനം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അവന്റെ പ്രാകാരങ്ങൾ കടന്നു ചെല്ലുന്നവരെ സ്വീകരിച്ച് സ്വർഗ സിംഹാസനത്തിലാക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്ന വചനമാണ് കേട്ടോ. എന്ന് ചിലർ ദൈവത്തിന്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്താൻ പോകുക. ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ ഭവനത്തിനകത്ത് പോയാൽ ഈ ആത്മാവിന്റെ തിക്കൽ ഞാൻ അനുഭവിക്കുന്നത് നിങ്ങളും എന്ന് അനുഭവിച്ചറിയും. എന്തുകൊണ്ടെന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ കടക്കാൻ കഴിയത്തില്ല. എന്റെ അടുക്കൽ സ്തോത്രത്തോടെ കടന്നു വരുന്നവരെ പിതാവിന്റെ അടുക്കലേക്ക് അയക്കുവാൻ അധികാരം എന്റെ സന്നദ്ധയിലുണ്ട് എന്ന് ആമേൻ കർത്താവ് വ്യക്തമായി അരുളി ചെയ്യുകയാണ്. നമുക്ക് വായിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം. ജോൺ ചാപ്റ്റർ 10 verse 9. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടും വരുവേ. സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. നമ്മൾ രാവിലെ മുതൽ ആരെയും പോയി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ദൈവമക്കളുടെ മുമ്പിൽ ആവശ്യക്കാർ കാത്തു നിൽക്കുന്ന ഒരു സമയമായി മാറ്റാൻ പോവുകയാണ് ദൈവം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ അനേകരുടെ മുമ്പിൽ പോയി കാത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് നീ സ്തുതിയോടുകൂടി എന്റെ സന്നദ്ധയിൽ ഇരിക്കുന്നുവെങ്കിൽ അനേകർ നിന്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കുന്നതായി നിന്റെ ജീവിതത്തിൽ ഒരു
പുതിയ ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ട് ഒരു അത്ഭുത സംഭവമായി മാറ്റുവാൻ കഴിവുള്ള യഹോവ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, സ്തോത്രത്തോടെ നീ എന്റെ പ്രകാരങ്ങളിൽ എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കണം. സ്തോത്രത്തോടെ നീ എന്റെ സന്നിധിയിൽ എന്റെ പ്രകാരങ്ങളിൽ കടന്നു വരുന്നവர்கள் ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ സ്തോത്രത്തോടെ കടന്നു ചെല്ലുന്നവനെ ക്രിസ്തേശുവാകുന്ന വാതിൽ കൂടി അകത്തേക്ക് കടത്തിവിടും. വചനം പറയുന്നു, അവർ അകത്ത് വരികയും അവർ പുറത്തേക്ക് പോയി മേച്ചിൽ പുറങ്ങളെയും കണ്ടെത്തുകയും ചെയ്യും. പുറത്ത് പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിരിക്കുന്ന ദൈവജനമേ, ഏത് നിമിഷവും അകത്ത് വരുവാനും ഏത് നിമിഷവും പുറത്തു പോകുവാനും സ്തുതിയോടുകൂടി നീ ഇരിക്കുന്നുവെങ്കിൽ ഒരു പുതിയ വാതിൽ തുറന്നു തരുന്നവനുണ്ട്. ഇന്നലെ വരെ കടന്നുപോയ ഇടുക്ക വാതിലല്ല, ഇന്നലെ വരെ കടന്നുപോയ മരണവാതിലല്ല, ഇന്നലെ വരെ സഞ്ചരിച്ച കൂരിരുട്ടിന്റെ വാതിലുകളല്ല, ഇന്നലെ വരെ കടന്നുപോയ മരണപാതയല്ല. ഇപ്പര ഘടകര വതരക്ഷാര കള്ളക്കുഴി തോണ്ടി നിന്നെ കുഴിയിൽ വീഴ്ത്തി തകർത്ത് കളയുവാൻ, നിന്റെ വസ്തുവകകൾ സംഗ്രഹിച്ച് അപകരിച്ചെടുക്കുവാൻ നോക്കിയ ആ സ്ഥാനത്തിൽ നിന്നും ഉയർത്തി പുതിയൊരു വഴിയെ കൂടി നിന്നെ നടത്തി പുതിയ പച്ചപ്പ് നിന്ന് മാനിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്രവർ വിശ്വസിക്കുന്നു, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഞാൻ ഇന്നു മുതൽ സ്തോത്രത്തോടെ അവന്റെ പ്രകാരങ്ങളെ കടന്നു ചെല്ലാം. എനിക്ക് തലവേദന വന്നാലും, എനിക്ക് വേദന വന്നാലും, എനിക്ക് ക്യാൻസർ വന്നാലും, എനിക്ക് എന്തൊക്കെ തന്നെ വന്നാലും, ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അവന്റെ പ്രകാരങ്ങൾ സ്തോത്രത്തോടെ കടന്നു ചെല്ലും. എന്റെ ദൈവം എന്നെ പുതിയ വാതിൽ കൂടി വഴി നടത്തുമെന്ന് ആ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, അവർക്കായി ഒരു വലിയ വാതിൽ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അവർക്കായി ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണുകളൊന്ന് തുറക്കാം, എന്റെ കണ്ണുകളൊന്ന് തുറന്നൊന്ന് നോക്കാം, എന്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെട്ട് വരുമെന്ന് കാണുവാൻ കഴിയാം. എന്നോട് നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കാം. നമ്മുടെ യേശു ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. യേശു കർത്താവ് പറഞ്ഞാൽ ഹൂവ എന്ന് പറഞ്ഞാൽ ഹൂവ എന്ന് മാത്രം. അധികാരമുള്ള നാമത്തില കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുക, ആത്മീയ മണ്ഡലങ്ങളെ തകർത്ത് കളയുക, ജോലി ഇല്ലാതാക്കി നിന്ന മാത്രമാക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ ബോധികളെ വിശ്വാവിച്ചാരെന്ന് കൽപ്പിക്കുന്ന ഇല്ലാത്തത് ഉള്ളതുപോലെ വെളിപ്പെട്ടവരൊക്കെ, ശൂന്യതയിൽ നിന്ന് സകലം വെളിപ്പെട്ടവരൊക്കെ, ദൈവജനത്തിന്റെ സ്തുതിയുടെ മേൽ അന്ധകാരത്തെ മാറ്റുന്ന യേശു ക്രിസ്തുവിന്റെ തേജോമയന യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തി എന്ന ഇരുട്ടിന്റെ അവസ്ഥയിൽ, രോഗത്തിന്റെ അവസ്ഥയിൽ അതിന്റെ വാതിലുമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ യാതൊരു തുടങ്ങത്തെ അന്ധകാരിപ്പൽ ഘടകര Glory to God. വിളക്കിൽ എണ്ണയോടുകൂടിയിരുന്നവർ, കാത്തൊരുങ്ങിയിരുന്നവർ, മണവാളൻ വന്നപ്പോൾ മണിയറയിൽ കടന്നുപോയി. അവർ നേരത്തെ കരുതിയിരുന്നു, എന്റെ മണവാളൻ വരാൻ അല്പം ലേറ്റായാലും
എന്റെ എണ്ണ തീർന്നു പോകരുതെന്ന് അവർ നേരത്തെ കരുതിയിരുന്നു. ഒരു ഇബരാരക പൗഡൽ ഘടക ആവശ്യത്തിന് ഓടി വന്ന എണ്ണ പകരുന്ന അവസ്ഥയല്ലായിരുന്നു അവരുടെ ജീവിതത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കരുതിയിരുന്നു മണവാളൻ വരാൻ അല്പ ലേറ്റായാൽ എന്ന് കരുതിയിരിക്കുന്ന ദൈവജനം ആരെങ്കിലും ഉണ്ട് എങ്കിൽ, സ്തോത്രത്തോടെ കരുതിയിരിക്കുന്ന ഏതെങ്കിലും ദൈവജനം ഉണ്ട് എങ്കിൽ, സ്തുതിയോടെ കാത്തിരിക്കുന്ന ദൈവജനം ഉണ്ട് എങ്കിൽ മണവാളൻ വരും നിശ്ചയം. കാത്തിരിക്കുന്ന ദൈവജനമേ, മണവാളൻ വരും നിശ്ചയം. എന്റെ മണവാളനും വരും, നീ മണിയറയ്ക്കകത്ത് കയറുകയും ചെയ്യും. അപ്പോഴത്തേക്ക് അപ്പോൾ കത്തിക്കാൻ നോക്കരുത്, കത്തത്തില്ല. ഓടിപ്പോയി തീപ്പെട്ടിക്കൊള്ളി ഈ ശീതകാലത്തൊന്നും കത്തിക്കാൻ നോക്കിയാൽ കത്തത്തില്ല. ദൈവാത്മാവ് പറയുന്നു, ആ സ്തുതിയോട് സ്തോത്രത്തോട് എന്റെ പ്രകാരങ്ങളിൽ, ഓ എന്റെ തന്നെയിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഓ എന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നിനക്കുള്ള വിടുതലുമായി ഇറങ്ങി വരുവാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ തുറന്നിട്ടിരിക്കുന്ന വാതിൽ കൂടി നീ ഒന്ന് കടന്നു പോ. ഈ വാതിൽ അല്പം ഇടുക്കവും ഞെരുക്കവുമാണ്. ആദ്യം അല്പം ഞെരുക്കമായി തോന്നിയാൽ ഇന്നേത്തതിലോ വിശാലമായി. ഇന്ന് നിന്നെ കാണുന്നവർ പിന്നെ പുച്ഛിച്ചു തള്ളിയാലും ദൈവമയലെ ഭയപ്പെടരുത്. നീ നിന്റെ വിളക്കിൽ എണ്ണ സംഗ്രഹിച്ചു വെച്ചോ. നിന്റെ മണവാളൻ വരാൻ പോകുക. നിന്റെ മണവാളൻ വരും. അവൻ വാക്ക് പറഞ്ഞാൽ വരും. ഓ നിന്നെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മണിയറയിലേക്ക് കൊണ്ടുപോകുവാൻ നിന്റെ മണവാളൻ വരും. എണ്ണകൾ പെരുകട്ടെ, എണ്ണകൾ പെരുകട്ടെ. ഓ വിളക്കുകൾ നിറഞ്ഞ് കവിയട്ടെ, വിളക്കുകൾ ശോഭിക്കട്ടെ, തിരികൾ മാറട്ടെ. ഒരുക്കമുണ്ടോ? ഒരുക്കമുണ്ടോ? ഒരുങ്ങിയാണോ ഇരിക്കുന്നത്? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുത്തൻ വരുന്നുണ്ട്. ആ കർത്താവ് പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, രക്ഷപ്പെടും. രക്ഷപ്പെടും, രക്ഷിക്കപ്പെടുമെന്നല്ല, രക്ഷപ്പെടും. ഒരു വലിയ അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ പോയി ചോദിക്കുന്നത്, അവൻ രക്ഷപ്പെടുവോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സ്തുതിയോട് സ്തോത്രത്തോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ആകുന്ന വാതിൽ കൂടെ നീ കടന്നു പോകും. നീ രക്ഷപ്പെടും, നീ രക്ഷപ്പെടും. ലോകത്തിന്റെ രക്ഷയല്ല, നിത്യജീവന്റെ രക്ഷ അവൻ നിനക്ക് തരും. നിത്യജീവന്റെ രക്ഷ തരുന്നവൻ വന്നിട്ടുണ്ട്. ഓ രാജാതി രാജാവായവൻ വന്നിട്ടുണ്ട്. ഒരു ബദൽ ഘടകരവത രക്ഷാര. അവൻ പറയുന്നു,
നിന്റെ സ്തുതി ഒന്ന് മുഴങ്ങട്ടെ. എനിക്ക് സ്തോത്രം ചെയ്യാൻ അറിയില്ല, അറിയാന്നുള്ളത് പോലെ ദൈവമേ അങ്ങേക്ക് മഹത്വം എന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ദൈവമേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ദൈവമേ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ജോലി സ്ഥലത്തും ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അടിസ്ഥാനം തോണ്ടുന്നോ, ദൈവത്തെ സ്തുതിച്ചോ. കരിങ്കല്ല് ചുമക്കേണ്ടി വരുന്നോ, ദൈവത്തെ സ്തുതിച്ചോ. സിമന്റ് ചാക്ക് ചുമക്കേണ്ടി വന്നാലും ദൈവത്തെ സ്തുതിച്ചോ. നീക്കുപോക്ക് തരുന്നവൻ വന്നിട്ടുണ്ട്. ഓ, നിന്റെ സ്തുതി അവന്റെ സന്നദ്ധിൽ എത്തിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ അവന്റെ സന്നദ്ധിൽ എത്തിയിട്ടുണ്ട്. സ്തോത്രമെന്ന യാഗത്തിൽ പ്രസാദിക്കുന്നവൻ അവൻ പറയാ, നീ സ്തോത്രത്തോടും സ്തുതിയോടും എന്റെ പ്രകാരങ്ങളിൽ വരിക. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തണം. അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടെ കടന്നു വരണം. സ്തുതിയോടെ അവന്റെ പ്രകാരങ്ങളിൽ കടന്നു വരുമ്പോൾ 10:9 ജോൺ 10:9 പറഞ്ഞതുപോലെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അന്വേഷിക്കുന്നവന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന കർത്താവ് ആർക്കും ഇന്നുവരെയും കൊടുത്തിട്ടില്ലാത്ത രീതിയിൽ, ആരും ഇന്നുവരെ പ്രാപിച്ചിട്ടില്ലാത്ത രീതിയിൽ പുതിയതൊന്ന് തരുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. Hebrews chapter 13 verse 15. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്ര യാഗം ഇടപെടാതെ അർപ്പിക്കാം. സ്തോത്രയാഗമാ ദൈവത്തിന് ചെയ്യാം. തലയിട്ട് മതിൽ അടിച്ചിട്ട് കാര്യമില്ല. പൊൻകുരിശോ വെള്ളിക്കുരിശോ ചുമന്നത് കൊണ്ടും കാര്യമില്ല. കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, സ്തോത്രമെന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. അധരഫലം അതാ ദൈവത്തിന് ഇഷ്ടം. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം ദൈവത്തിന് വേണ്ടെന്നേ. വേണം നമ്മുടെ പ്രവൃത്തിയുടെ ഫലം. ദൈവത്തിന് വേണ്ട തന്റെ സൃഷ്ടിയുടെ അധരഫലം. അധരഫലം അധരഫലം ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന നമ്മൾ വില കൽപ്പിക്കുന്ന ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടിയത് നമ്മളെപ്പോഴും അനാവശ്യം പറയുന്ന ഈ അധരമുണ്ടല്ലോ, ഇതിൽ നിന്നും സ്തോത്രമെന്ന അധരയാഗം മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. അടുത്തവനെ വെട്ടി വീഴ്ത്തുന്ന ഈ അധരത്തെ ദൈവത്തെ സ്തുതിക്കുന്നതായി മാറ്റണം. അടുത്തവനെ താഴ്ത്തിക്കെട്ടുന്ന ഈ അധരത്തെ ദൈവത്തെ സ്തുതിക്കുന്ന അധരമായി മാറ്റണം. അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ഉയർത്തുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. വരുന്ന ഒരാഴ്ച ദൈവത്തെ ഇടപെടാതെ ഒന്ന് സ്തുതിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഗതി ഒന്ന് മറിയുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. ആരിന്ന് രാത്രിക്കാണ് റെഡിയാകുന്നതിനായി ഞാനിതാ കർത്താവെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്നു മുതൽ എന്റെ അധരം അങ്ങേ സ്തുതിക്കാൻ മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, വചനം പറയുന്ന പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതെല്ലാം ദൈവത്തിന് അറപ്പ. ദൈവത്തിന് പ്രിയമുള്ള ഒരേ ഒരു കാര്യം അധരഫലം, സ്തോത്രയാഗമെന്ന അധരഫലം. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ അവസ്ഥകളെ ദൈവം മാറ്റം വരുത്തും. ഒരു വാക്യം കൂടി വായിക്കും. 118-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം. Psalm 118 verse 20. യഹോവയുടെ വാതിൽ ഇത് തന്നെ,
നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. ലോകത്തിന്റെ വാതിലുണ്ട് പ്രിയമുള്ളവരെ, സാത്താന്റെ വാതിലുണ്ട് പ്രിയ സഹോദരങ്ങളെ. ലോകത്തിന്റെ വാതിൽ നമ്മളെ വീണ്ടും നിരാശയിലും അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. സാത്താന്റെ വാതിൽ കാണാൻ ഭംഗിയുള്ളതായിരിക്കും, ആദ്യം ഇമ്പമുള്ളതായി തോന്നും, ഇന്നത്തതിലോ നാശമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നരകയോഗ്യരായിത്തീരും. അങ്ങനെ പോകുവാനല്ല കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തവൻ, അവസാനത്തുള്ളിൽ ഏറ്റവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ നസ്രയനായ യേശു ക്രിസ്തു പറയുന്നു, നീതിമാനായ എന്റെ പൈതൽ ഞാൻ തുറന്നിരിക്കുന്ന വാതിൽ കൂടി അവൻ കടന്നു വരും, അവൻ രക്ഷപ്പെടും. നീതിമാനായ എന്റെ പൈതൽ ഞാൻ തുറന്നിരിക്കുന്ന വാതിൽ കൂടി അവൻ അകത്ത് കടന്നു വരും, അവൻ രക്ഷപ്പെടും. അവൻ പച്ചപ്പ് കണ്ടെത്തും, അവൻ വരണ്ടു പോകത്തില്ല. അവന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കും, അവന്റെ ജീവിതം സമാധാനമായി തീരും. അവനോട് എതിർക്കുന്നവർ പിന്മാറുന്നതായി കാണാം. എന്തുകൊണ്ടെന്നാൽ അവൻ അധരഫലമെന്ന സ്തോത്രയാഗത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.